ഓക്കെ, അപ്പോ ബേസിൽ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയിൽ വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു കള്ളം ചെയ്തിട്ട് ഇവിടെ നേരെ വന്ന് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ആ കള്ളന്മാരെ പിടിക്കുന്ന പോലീസാണ്. എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആളായിട്ടാണ് ബേസിൽ ജോസഫ് എന്ന നടൻ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്, അല്ലേ? അപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്താണ് എക്സ്പീരിയൻസ്? പ്ലീസ് ഷെയർ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് ലുലു മോൾ എൻ്റെ ഭാര്യ വീട് കോട്ടയത്താണ്, അപ്പോൾ അതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു കോട്ടയത്ത് ക്രൗഡിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവുംകൂട്ട് ഷാപ്പ്, ഇപ്പോൾ സൗമിക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീരാജ് ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗമികയുടെ അടുത്താണ്. സൗമികയാണ് അൻവർ റഷീദ് അമ്പുക്കയെ ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അമ്പുക്കയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കണ്ടിടത്തോളമൊക്കെ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഒരു പറ്റം ടെക്നീഷ്യൻസൊക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദാണ്. അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞമ്മൽ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ്, അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആവേശമാണ്. മറ്റൊരു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. രാജമാണിക്യം, ചോട്ടാ മുംബൈ, ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആവേശം, ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറവ മറന്നായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ്, ഇന്ന് അതിൻ്റെ ഓഡിയോ ലോഞ്ചും കൂടാണ് സിനിമയുടെ. നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള, എൻ്റെ സിനിമ ആയതുകൊണ്ട് പറയല്ല, കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിലൊന്നാണ് ഈ സിനിമയുടെ ആൽബം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ്. എഗെയിൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരാൾ. ഞങ്ങളുടെ സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലേ? സിനിമയുടെ പേരങ്ങനെയല്ലാണ്. അതുപോലെ വരികൾ ഇത് മൂസിൻ ബാരാരിയാണ്. അതും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. തൊട്ടത് പിന്നെ ഓഫ്കോഴ്സ് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പറയുന്ന ഇവിടെ നിൽക്കുന്ന ശബരീഷനും നിയാസ്കയും ശിവജിത്തും ഉൾപ്പെടെ, അതല്ലാതെ ഒരു പറ്റം പുതിയ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നടന്മാരൊക്കെ കുറേ പേര് അവരും വളരെ പ്രതീക്ഷയോടെ